വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. പ്രിയ പ്രേക്ഷകരെ, റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മിഥുൻ ദാമോദരൻ. ഏറെ ശ്രദ്ധേയമായ ചർച്ചയാണ് ഇന്ന് റിയൽ സ്റ്റോറിയിൽ ചർച്ച ചെയ്യുന്നത്. ബേപ്പൂരിൽ PV അൻവർ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനർത്ഥം ബേപ്പൂരിൽ കടുത്ത മത്സരമുണ്ടാവും. മുഹമ്മദ് റിയാസുമായിട്ടായിരിക്കും മത്സരം. ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാകണമെന്ന PV അൻവറിന്റെ ആവശ്യത്തിന് UDFന്റെ പരിപൂർണ പിന്തുണ ഉറപ്പിച്ചിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അൻവർ ബേപ്പൂരിൽ ജയിച്ച് MLA ആകുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നു. ബേപ്പൂരിൽ നേരത്തെ അനൌദ്യോഗിക പ്രചാരണ പ്രവർത്തനങ്ങൾ PV അൻവർ ആരംഭിച്ചിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് സണ്ണി ജോസഫ് മറുപടി പറഞ്ഞതും. CPMന്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാനാണ് അൻവർ ഒരുങ്ങുന്നത്. ഇതോടെ ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിടാൻ അൻവർ തന്നെ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. CPMന്റെ നെടുങ്കോട്ടകളിൽ ഒന്നായി അറിയപ്പെടുന്ന ബേപ്പൂരിൽ PV അൻവറും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വരുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി ബേപ്പൂർ മാറും. മതമേലാധ്യക്ഷന്മാരെയും പൗരപ്രമുഖരെയും നേരിൽ കണ്ട് പിന്തുണ തേടുകയാണ് ഇപ്പോൾ PV അൻവർ. ലീഗ് നേതാവ് MC മൈൻ ഹാജി ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രമുഖരെ അൻവർ നേരിട്ട് കണ്ട് പിന്തുണ തേടിയിരിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അൻവറിലൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ അത് പ്രതിഫലിക്കുന്ന മണ്ഡലമാകും ബേപ്പൂർ. അത് മുതലെടുക്കാൻ അൻവറിന് കഴിയുമെന്നാണ് UDF പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് ബേപ്പൂർ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFന് വലിയ നേട്ടമുണ്ടാക്കാനായി. ഇനി മുഹമ്മദ് റിയാസ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടെ ചർച്ച ചെയ്യാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ റോഡ്, തുറമുഖം, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം എന്നീ മേഖലകളിൽ സമഗ്ര വികസനമാണ് മുഹമ്മദ് റിയാസ് ബേപ്പൂർ മണ്ഡലത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത്. മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. ബേപ്പൂർ മണ്ഡലം ബേപ്പൂരിൽ നടപ്പിലാക്കിയതും മുന്നോട്ട് കൊണ്ടുപോയതുമായ പ്രധാന പ്രവർത്തനങ്ങൾ ചുരുക്കിയിട്ടാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം. ബേപ്പൂർ കോഴിക്കോട് റോഡ്, അഴീക്കോട്, ചെറുവണ്ണൂർ തുടങ്ങിയ പ്രധാന റോഡുകൾ നവീകരിക്കുകയും ഉള്ളറ റോഡുകൾ, കലുങ്കുകൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി ബസ് സ്റ്റോപ്പുകൾ, നടപ്പാതകൾ, തെരുവ് ലൈറ്റുകൾ എന്നിവയുടെ വികസനവും നടത്തിയിട്ടുണ്ട്. ബേപ്പൂർ തുറമുഖവും തീരമേഖലയും കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ബേപ്പൂർ തുറമുഖ വികസന പദ്ധതി, ടൂറിസം സാധ്യതകൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, കടൽക്ഷോഭം ബാധിക്കുന്ന പ്രദേശങ്ങളിൽ തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല. സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണം, സ്മാർട്ട് ക്ലാസ് മുറികൾ, കോളേജുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യ വികസനം ഇതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നവീകരിച്ച് കോവിഡ് കാലത്ത് മണ്ഡലതലത്തിൽ ശക്തമായ ഇടപെടലുകളും സഹായ പ്രവർത്തനങ്ങളും നടത്തിയ മന്ത്രിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. സാമൂഹ്യക്ഷേമം ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഭവനരഹിതർക്കായി വീടുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും തീരദേശ ജനങ്ങൾക്കും പ്രത്യേക സഹായങ്ങൾ, വയോജന, സ്ത്രീ, യുവജനക്ഷേമ പദ്ധതികൾ ഇതെല്ലാം നടപ്പിലാക്കി. ടൂറിസവും സംസ്കാര വകുപ്പും അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പാണ്. ബേപ്പൂർ ബീച്ച്, ഉരിയാടൻ കപ്പൽശാല കേന്ദ്രമാക്കി ടൂറിസം വികസനം, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്ന പദ്ധതികൾ നിരവധി തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും മത്സരം കൊഴുക്കുമെന്ന് ഉറപ്പാണ്. ഇവിടെ മത്സരിക്കുന്നത് PV അൻവറും മുഹമ്മദ് റിയാസുമാണ്. യഥാർത്ഥ പ്രതിപക്ഷവും യഥാർത്ഥ ഭരണപക്ഷവും തമ്മിലുള്ള മത്സരമാവും ഒരുപക്ഷെ ബേപ്പൂർ. മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ബേപ്പൂർ മണ്ഡലം തന്നെയാവും. പ്രിയ പ്രേക്ഷകർ, വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബേപ്പൂർ ആര് പിടിക്കുമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.